ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻസ് ആണ്. എക്സസൈസ് 4.1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 + 3 + 3² + etc. + 3n-1 is equal to 3n-1 whole divided by 2 for every n element of capital N. എന്താ പറഞ്ഞേക്കുന്നത്? 1 + 3 + 3² + etc. + 3n-1 എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ ഇതിൻ്റെ ഈ ഒരു സമ്മിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3n-1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് ശരിയാണെന്നുള്ളത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ എടുത്ത് എഴുതിയേക്കുവാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? 3 സ്റ്റെപ്പാണുള്ളത്. 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം P(1) ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം, P(k)ക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്യണം, P(k+1) ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ P(1) ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. P(1) എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മാത്രം വരും. ഇതിൽ n-ന് പകരം 1 കൊടുക്കണം. സോ 3(1) - 1/2 എന്ന് കിട്ടും. സോ 3(1) എന്ന് പറഞ്ഞാൽ 3 തന്നെ, -1/2, 3 - 1 എന്ന് പറഞ്ഞാൽ 2. സോ 2/2 = 1 എന്ന് കിട്ടും. അതായത് P(1) LHS 1 എന്ന് കിട്ടി, RHS 1 എന്ന് കിട്ടി. LHS RHS ഈക്വൽ ആയതുകൊണ്ട് തന്നെ P(1) ഇത് ട്രൂ ആണെന്ന് പറയാം. സോ P(1) ഈസ് ട്രൂ. നെക്സ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യണം P(k) ഈസ് ട്രൂ. സോ P(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് n-ന് പകരം k കൊടുക്കുക. സോ 1 + 3 + 3² + etc. + 3k-1 ഈസ് ഈക്വൽ ടു 3k-1/2. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? P(k+1) ഇത് ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ P(k+1) എഴുതി. P(k+1) എന്ന് പറയുമ്പം 1 + 3 + 3² + etc. + 3n-1 എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ 3n-1 ആകുമ്പം k വരെയുള്ള ടേം ആകുമ്പം 3k-1. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് k+1 ടേം ആണ്. സോ 3kയുടെ സ്ഥാനത്ത് k+1 കൊടുക്കണം. k+1 ഈ -1 അതുപോലെ -1. മനസ്സിലായോ? 3n-1 വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ P(k) ആവുമ്പം 3k-1, k+1 ടേം ആകുമ്പം kക്ക് പകരം k+1 കൊടുക്കും. ഈ -1 അതുപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ വരെയുള്ളതിൻ്റെ സം നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. P(k)യിൽ എന്താ? 3k-1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണെന്ന്. സോ അത് കൊടുത്തു, പ്ലസ് ഈ ഒരു ടേം കൊടുക്കുക. 3k+1 -1 ആകുമ്പം +1ഉം -1ഉം ക്യാൻസൽ ആകുമ്പം 3k എന്ന് കിട്ടും. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3k-1 + 2 × 3k ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതിന് ഇങ്ങോട്ട് ഗുണിച്ചു നോക്കിക്കേ. ഇവിടെ ഒരു 3k ഉണ്ട്, ഇവിടെ 2 × 3k, ഇവിടെ 2 3k, ഇവിടെ ഒരു 3k. സോ രണ്ടും കൂടെ കൂട്ടുമ്പം 2 + 1 3k. മനസ്സിലായോ? നമ്മൾ പറയത്തില്ലേ ഇവിടെ 2 ചക്ക, അല്ല ഇവിടെ 2 ചക്ക, ഇവിടെ ഒരു ചക്ക, 2 ചക്കയും ഒരു ചക്കയും കൂടെ ചേരുമ്പോൾ 3 ചക്ക. അതുപോലെ ഇവിടെ 2 3k, ഇവിടെ ഒരു 3k. സോ 2 3kയും ഒരു 3kയും കൂടെ ചേരുമ്പോൾ 3 3k പ്ലസ് മൈനസ് ഈ 1 അതുപോലെ എഴുതി, -1 ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 അതുപോലെയുണ്ട്. നോക്കിക്കേ, 3 × 3k, 3 × 3k എങ്ങനെ എഴുതാം? എപ്പോഴും പറയുന്നത് a(m) × a(n) ആകുമ്പം a(m+n). അതുപോലെ 3(1) ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 3(1) എന്നാ മീനിങ്. 3(1 × 3k എന്ന് പറയുമ്പം 3k+1. സോ 3k+1 -1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടുന്നത്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3n-1/2 എന്നുള്ളതായിരുന്നു. ഈ n-ന് പകരം നമുക്ക് എന്ത് കിട്ടണമായിരുന്നു? k+1 കിട്ടണമായിരുന്നു. എങ്കിലേ P(k+1) ട്രൂ ആണെന്ന് പറയാൻ പറ്റത്തുള്ളായിരുന്നു. സോ ഇവിടെ 3k+1 -1/2 എന്ന് തന്നെ കിട്ടി. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? P(k+1) പ്രൂവ് ആയില്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 3n-1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് P(k+1) n-ന് പകരം k+1 എന്ന് തന്നെ കിട്ടി. സോ 3k+1 -1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം P(k+1) ഈസ് ട്രൂ. അതായത് P(k+1) ട്രൂ ആയി. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P(k+1) ഈസ് ട്രൂ വെനെവർ P(k) ഈസ് ട്രൂ എന്ന് എഴുതി. എന്നിട്ട് P(n) ഈസ് ട്രൂ വെനെവർ P(n) ഈസ് ട്രൂ ഫോർ എവരി നാച്ചുറൽ നമ്പർ n എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ലാസ്റ്റ് സെൻറ്റൻസ് എല്ലാ എക്സാമിനും എല്ലാ ക്വസ്റ്റിനും എഴുതുമ്പോഴും എഴുതണം. അത് എഴുതേണ്ടുന്ന അതും ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് എഴുതേണ്ടതാണ്. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ P(1) പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും.
പിന്നെ പി ഓഫ് കെ അസ്യൂം ചെയ്യുമ്പോൾ 1 മാർക്ക് കിട്ടും. പിന്നെ പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുമ്പോൾ 2 മാർക്ക് കിട്ടും. അങ്ങനെ ആയിരിക്കും നമ്മുടെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. നമുക്കതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യമേ ഞാൻ പി ഓഫ് n എഴുതി. പിന്നെ പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ ചെയ്യാൻ പോവുക. അപ്പോൾ ഫസ്റ്റ് ടേം 1 ക്യൂബ് എടുക്കുമ്പോൾ 1 എന്ന് തന്നെ കിട്ടും. റൈറ്റിൽ n പകരം 1 കൊടുത്തു. സോ 1 ഇൻറ്റു 1 പ്ലസ് 1 1 ഇൻറ്റു 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. സോ 1 ഇൻറ്റു 2 ബൈ 2. സോ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. 2 ബൈ 2 ദ ഹോൾ സ്ക്വയർ. 2 ഇൻറ്റു വെട്ടിപ്പോകുമ്പോൾ 1 എന്ന് കിട്ടും. ഈ 2 വെട്ടിപ്പോകുമ്പോൾ 1 എന്ന് കിട്ടും. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. സോ LHSും 1 RHSും 1. സോ പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 പ്രൂവ് ചെയ്തു. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെക്ക് ശരിയാണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം കെ കൊടുത്ത് എഴുതുക ചെയ്യുന്നത്. സോ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര കെ ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം ഞാൻ കെ കൊടുത്തു. കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി ഞാൻ പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. സോ പി ഓഫ് കെ പ്ലസ് 1 എഴുതുക. കെ ക്യൂബും വരും. നെക്സ്റ്റ് ഒരു ടേം കെ പ്ലസ് 1 ഹോൾ ക്യൂബും കൂടെ വരും. ഇനി ഇവിടം വരെയുള്ള സമ്മ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടം വരെയുള്ള സമ്മാണ് കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. സോ അതെഴുതി. കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എഴുതി. അഡീഷണൽ ആയിട്ടുള്ള കെ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്നുള്ള ടേം അതുപോലെ എഴുതി. ഇനി ഞാൻ ഈ സ്ക്വയർ രണ്ടിനും ഈ ഓരോ ടേമിനും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ കെയുടെ സ്ക്വയർ കെ സ്ക്വയർ എന്ന് കിട്ടും. കെ പ്ലസ് 1 സ്ക്വയർ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 2 സ്ക്വയർ 4 എന്ന് കിട്ടും. ഇതതുപോലെ എഴുതി. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 4 അതതുപോലെ എഴുതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തു നിന്നും കോമൺ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്താ? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇല്ലേ? ഇവിടെ ഒരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഉണ്ട്. സോ നമുക്ക് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ കോമൺ എടുക്കാം. സോ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ ഇവിടെ പിന്നെ ഒരു കെ സ്ക്വയർ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു 4 ഇൻറ്റു കെ പ്ലസ് 1 കാണും. കാരണം കെ പ്ലസ് 1 ഹോൾ സ്ക്വയറിന് എടുത്തില്ലേ? പിന്നെ ഇവിടെ ഒരു കെ പ്ലസ് 1 ഉണ്ട്, 4 ഉണ്ട്. സോ 4 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് അകത്തോട്ട് ഓപ്പൺ ചെയ്യുമ്പം ഇതെല്ലാം അതുപോലെ തന്നെ ഇത് 4 ഇൻറ്റു കെ പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 4 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ല 4 എന്ന് കിട്ടും. നോക്കിക്കേ, ഇത് എന്തിൻ്റെങ്കിലും എക്സ്പാൻഷൻ ആണോ? എന്തെങ്കിലും പരിചയം തോന്നുന്നത് കണ്ടിട്ട് ഇത് ഏതിൻ്റെങ്കിലും എക്സ്പാൻഷൻ ആണോ? നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ കിട്ടുക. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷനകത്ത് എയ്ക്ക് പകരം കെയും ബിക്ക് പകരം 2 ആണെങ്കിൽ എന്താവും? കെ സ്ക്വയർ പ്ലസ് 2 കെ ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ എന്നാവത്തില്ലേ? സോ കെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ആകുമ്പം 4k പ്ലസ് 4 എന്ന് കിട്ടും. അതല്ലേ ഇവിടെ കിടക്കുന്നത്? കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. എക്ക് പകരം കെയും ബിക്ക് പകരം 2 ഒന്നും അല്ലേ പറഞ്ഞത്? സോ ഇത് കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഈ ടേമിന് പകരം നമുക്ക് കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. കാരണം കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്ന് കിടക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു ടേം കാണുമ്പം കുറേ നാളത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന്. ഫസ്റ്റ് ടേം കെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ എക്ക് പകരം കെ എന്നും ലാസ്റ്റ് ടേം 4 ആയതുകൊണ്ട് ഞാൻ ബിക്ക് പകരം 2 എന്നും കൊടുത്തു. ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നോക്കി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെയാണ്? നമ്മൾ മറ്റേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യത്തില്ലേ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുണ്ട്. അതാണ് ഈ റൈറ്റിൽ എഴുതിയേക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്നുള്ളതാണ്. അവിടെ കെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. കെയുടെ കോഎഫിഷ്യൻറ്റ് ബി 4ഉം കോൺസ്റ്റൻറ്റ് ടേമാണ് സി എന്ന് പറയുന്നത് 4 എന്നും കിട്ടും. സോ മൈനസ് ബി പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2aക്കകത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ മൈനസ് 4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 4 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇത് നോക്കിക്കേ, 16 4 ഇൻറ്റു 4 16 തന്നെ കിട്ടും. സോ സ്ക്വയർ റൂട്ടിനകത്ത് 16 മൈനസ് 16 കിട്ടും. 0 ആയി പോവും. ആ ടേം ക്യാൻസലായി. പിന്നെ ബാക്കിയുള്ളത് മൈനസ് 4 പ്ലസ് ഓ മൈനസ് 0 ബൈ 2. സോ മൈനസ് 4 ബൈ 2 എന്ന് കിട്ടും. മൈനസ് 4 ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് 2. അപ്പോൾ നമ്മുടെ റൂട്ട് എന്തെന്ന് കിട്ടി? മൈനസ് 2. ഒറ്റ റൂട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പം മൈനസ് 2 ആണ് റൂട്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നേ?
k+2 എന്നാണ് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ -2 ആണ് റൂട്ടെങ്കിൽ k+2 +2 ആണ് റൂട്ടെങ്കിൽ k-2 എന്ന് എഴുതിയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ റൂട്ടേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കതിനെ k-2 കിട്ടിയ സോ k+2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെ സോൾവ് ചെയ്താലും നമുക്കതിൻ്റെ റൂട്ട് എഴുതാൻ പറ്റും, k+2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അല്ല ഇത് നേരെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഈ ഒരു ടേമിന് വരെ നമുക്ക് k+2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെന്ന് കിട്ടി? k+1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു k+2 ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. സോ ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്, 4നെ നമുക്ക് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. സോ എല്ലാത്തിൻ്റെയും കൂടെ സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ k+1 ഇൻറ്റു k+2 ഹോൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. സോ നോക്കിക്കേ, ഇതല്ലായിരുന്നു നമ്മുടെ P(k+1) പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇവിടെ k+1 ആയി, ഇനി പകരം ഇവിടെ k+1+1 അതാണ് k+2 എന്ന് കിട്ടിയത്. സോ k+2/2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതായത് നമ്മൾ P(k+1)ന് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ P(k+1) ട്രൂ ആയതുകൊണ്ട് എങ്ങനെയാണ് ലാസ്റ്റ് സെൻറ്റൻസ് എഴുതേണ്ടത്? P(k+1) ഈസ് ട്രൂ വെനെവർ P(k) ഈസ് ട്രൂ, therefore hence by principle of mathematical induction P(n) is true for every natural number n element of capital N. അത്രയും കൂടി എഴുതണം അതിൻ്റെ ലാസ്റ്റ്. ഓക്കെ, എപ്പോഴും എഴുതുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്താഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റായിട്ട് ചോദിക്കുക.